കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണം. അപ്പോൾ എല്ലാവരും വരൂ. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. തിരക്ക് വെച്ചാൽ അത്രയ്ക്ക് തിരക്കൊന്നുമില്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു അന്തരീക്ഷം. ഏകാന്തം വഴിയാണ്, സോപാനം വഴിയല്ല. അപ്പോൾ ചെറിയതായിട്ട് ഇടയ്ക്ക് ഓരോ മഴകൾ ഇങ്ങനെ വരുന്നുണ്ട്. വലിയ കനത്തിലുള്ള മഴയില്ലെങ്കിൽ കൂടി ചെറിയ മഴകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. ആ വെങ്കല പ്രതിമ ഗരുഡൻ്റെ അതൊക്കെ കണ്ട് തൊഴുതിങ്ങനെ വരാം. അങ്ങനെ പുതിയ ആ ഗോപുരത്തിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഓരോരോ വിഗ്രഹങ്ങളും കണ്ട് തൊഴുത് നമ്മൾ നേരെ വാഹനപൂജയൊക്കെ അതവിടെയൊക്കെ വാഹനപൂജയുണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്ത് കൂടെ വന്നിട്ട് അത്തിമര ഗണപതിയെ കാണാനായിട്ട് തൊഴാനായിട്ട് പോവാം. ഇവിടെ പോയിട്ട് സർവ്വവിഘ്നങ്ങളും അകറ്റാനായിട്ട് മുട്ടൊക്കെ ഇറക്കണമെങ്കിൽ മുട്ട ഇറക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് അവിടെ വലിയ തിരക്കേ ഉണ്ടാവില്ല. അപ്പോൾ 4 വശത്തുനിന്നും വേണമെങ്കിൽ കാണാം. അതിനുശേഷം നമ്മൾ കിഴക്കേ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ആ ഒരു ബലിക്കല്ലിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം കേശവൻ്റെ 2 കൊമ്പ്, അതേപോലെ നടുക്ക് മഹാലക്ഷ്മി ദേവി ഒക്കെ ഒന്ന് മനസ്സിൽ കണ്ടിങ്ങനെ തൊഴുത് അകത്തേക്ക് പ്രവേശിക്കുക. വാതിൽപ്പടി കയറുമ്പോൾ തന്നെ ആ ഇടത്തെ സൈഡിലേക്ക് നോക്കിയാൽ ആ വാതിലിൻ്റെ തൊട്ട് പുറകിൽ ആണ് മേൽപ്പത്തൂരിരുന്ന് നാരായണീ എഴുതിയിരുന്ന പീഠം കാണുക. അത് അധികം ആളും പെട്ടെന്ന് നോക്കില്ല, കാരണം നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഉടനെ നോക്കുക ശ്രീലകത്തേക്കാണ്. എന്നാലും അവിടെ ഉണ്ട്, നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്കുക, ഒന്ന് സ്മരിക്കുക. അതുപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണും നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ രസം, ചെറിയൊരു ഉണ്ണീനെ കാണാണ്ട് കേട്ടോ. കാൽവളകൾ കാണാണ്ട്, കൈവളകൾ കാണാണ്ട്, അങ്ങനെ പട്ടുകോണൊക്കെ കൊടുത്തിട്ട് ഒരു ചെറിയ മുണ്ടിങ്ങനെ എടുത്തിട്ടുണ്ട്, മഞ്ഞമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അരമണി കാണാണ്ട് കിങ്ങിണി, അരമണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ വലത്തെ കയ്യിൽ ഓടക്കുഴൽ ഇങ്ങനെ ഉണ്ട്. ഓടക്കുഴലുണ്ട് വെച്ചാലും 2 കൈയും, വലത്തെ കൈയും ഇടത്തെ കൈയും അരയിലിങ്ങനെ കുത്തിയിട്ടേ ആ ഓടക്കുഴലും പിടിച്ചിട്ട് അങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. എനിക്ക് തോന്നുന്നതേ നമ്മളെയൊക്കെ കാത്തിരിക്കുന്നതാണ് ആൾ. ആ ഒരു അവസ്ഥയിലാണ്. ആരൊക്കെ വരുന്നുണ്ടല്ലോ, നമ്മളെ ഭക്തന്മാരൊക്കെ എവിടെ കാണാനില്ലല്ലോ, എല്ലാവരും വരട്ടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതാ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്. യശോദാമ്മ ഉടുപ്പിച്ച് നിർത്തിയ പോലെ തന്നെയാണ്, വേറെ ഒരു ഇതുമില്ല. നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയുണ്ട്, പിന്നെ ആ ഒരു പതക്കം പോലത്തെ മാലയുണ്ട്, തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്, അതേപോലെ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്, 2 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും, അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. അതേപോലെ വലിയ ഉണ്ടമാലകൾ 2 ഉണ്ട്. അതും തെച്ചിയുണ്ട്, തുളസിയുണ്ട്. അതേപോലത്തെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതൊന്ന്, വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള 1 അങ്ങനെ ആണ് കാണാനുള്ളത്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിലെത്തുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ തൊഴുമ്പോൾ കുറച്ച് പേരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ 2 പേരാണ് പറഞ്ഞത്, 3 പേര് പറഞ്ഞു. അതിൽ 2 പേര് അവരുടെ ഭർത്താവിൻ്റെ മദ്യപാനം ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ടാണ്, മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പിന്നൊരാൾ പറഞ്ഞത് അവരുടെ മകൻ്റെ കയ്യിൻ്റെ ആ ഒരു അവസ്ഥ. അത് വ്യക്തമായിട്ട് അവർ പേര് പറഞ്ഞില്ല. എന്തായാലും നമ്മൾ ഇനി പറയുന്ന ആളുകൾ പേരും നാളും കൂടി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പറയാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്, കൂടുതൽ ആളുണ്ടെങ്കിൽ. ഇനി അതല്ലെങ്കിൽ നമുക്ക് പേര് പറയാം, കാരണം എന്തായാലും ഇതിൽ എഴുതിയല്ലോ. അപ്പോൾ ഇത് ഭഗവാന്റെ സമക്ഷത്തിൽ എത്തുമെന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ അവരുടേന്ന് മാത്രമല്ല, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും നമ്മളെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ അവർക്ക് ഒക്കെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുള്ളത് തീർച്ചയാണ്. ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുക.
അപ്പോൾ ആ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് അവർക്കും കൂടി അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ, വയ്യായികളൊക്കെ മാറട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ അത് ആ പ്രാർത്ഥനയും കൂടി ആയിട്ട് അങ്ങോട്ട് മനസ്സിൽ സ്മരിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന പ്രാർത്ഥിക്കുന്ന ആ ഒരു രംഗം മനസ്സിലിങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ആ പ്രാർത്ഥന എന്തായാലും ഗുരുവായൂരപ്പൻ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കേൾക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇനി നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുതു, പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. അതിന് ശേഷം ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് ലീലക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് കുറച്ച് ക്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ ചന്ദനം അങ്ങനെ ചാർത്തി വരികയാണ്. ഇപ്പോൾ തുമ്പിക്കൈയൊക്കെ ചാർത്തി, കൊമ്പൊക്കെ ചാർത്തി എണ്ണു, അതേപോലെ മുഖത്തിങ്ങനെ കുറേശ്ശെ അണിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ധാരാളം അർച്ചന കഴിഞ്ഞിട്ടുണ്ട്, അർച്ചന വാങ്ങുന്നുണ്ട്, അർച്ചന പ്രസാദം വാങ്ങുന്നുണ്ട്. ഒരു മഞ്ഞ പട്ടുണ്ട്, അതേപോലെ ഒരു കദളിപ്പഴമുണ്ട്. അപ്പോൾ നേദ്യമൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഗണപതിനെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കിയാൽ 2 മാലകളുണ്ട് ചാർത്തിയിട്ട് ആ ഫോട്ടോന് കിടാവിളക്ക് കാണാം. അങ്ങനെ സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിനെ കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ മായാദേവിയുടെ ഒരു രൂപമുള്ളത്. ഗണപതിനെ കണ്ട് തൊട്ട് തൊലോടിയിട്ട് പോരാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അവിടെയൊക്കെ മാലകളുണ്ട് കേട്ടോ. പിന്നെ നേരെ വന്ന് നമ്മൾ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്ന മേൽശാന്തി തന്നെയാണ്, കപ്പർമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. പിന്നെ കാണുന്നത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവാണ്. അനന്തൻ്റെ അവിടെ നല്ല മാലകളുണ്ട്. മുല്ലമുട്ടിൻ്റെയും താമരയും ജമന്തിയൊക്കെ ആയിട്ടുള്ള മാലകളാണ്, നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അനന്ത തുളസിയിലെ മാലകളായിട്ട് വിധാനമായിട്ട് ഇങ്ങനെ തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ധാരാളം ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് തുളസി. ബ്രഹ്മാവിൻ്റെ അവിടെയുണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ മാലകൾ ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഗരുഡ ഭഗവാന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അവിടെ മുല്ലമുട്ടുമാല ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ അവിടെ അരളിമാല ഉണ്ട്. അതേപോലെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾക്കൊക്കെയും തുളസിമാല ചാർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കണ്ണനുണ്ട്, അതേപോലെ മുരുകൻ്റെ അവിടെ വന്നാൽ അവിടെയുണ്ട് ധാരാളം തുളസിമാലകളുണ്ട്. മുരുകന് ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മേലെ തുളസിമാല വെച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് മാത്രം ഇന്ന് മാല കാണാനില്ല, പകരം കുങ്കുമം കുറച്ചുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യ നിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹം കാണാം, അവിടെയുണ്ട് തുളസിമാല. അതേപോലെ കാളിയമർദ്ദനത്തിൻ്റെ രൂപം കാണാം, അവിടെയും തുളസിമാലയാണ്. എല്ലായിടത്തും മാലകളുണ്ട്.
അത് കഴിഞ്ഞാൽ നേരെ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ അവിടുന്ന് കുറച്ച് പടിഞ്ഞാട്ട് മാറിയാൽ നേരെ ആ കാണുന്നത് ആ താമരക്കണ്ണനെ കാണാം. ആ കൽപ്പക വൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ കാര്യങ്ങളും നടത്തിത്തരാൻ കഴിവുള്ള ആൾ തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയിട്ട് ചെല്ലുമ്പോൾ ആ ഒരു ഗ്രില്ലിൻ്റെ അപ്പുറത്ത് മണിക്കിണർ കാണാം. അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കാം. പിന്നെ നൃത്താറയിലേക്ക് നോക്കി തൊഴാം. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ നേരെ കുറൂരമ്മേനെയും ഭഗവതീനെയൊക്കെ കണ്ടിങ്ങനെ നാരദരെയൊക്കെ കണ്ട് അനന്തൻ്റെ കുടയുടെ കീഴിലായിട്ട് ഉണ്ണീനെ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച കാണാം. അങ്ങനെ വന്ന് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങാം. എന്നിട്ട് നേരെ വന്ന് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അങ്ങനെ അവിടെ ചെറിയൊരു തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കങ്ങനെ പോകുമ്പോൾ ഭഗവതി ഇന്നിപ്പോൾ ഗോളകൊക്കെ ഇറക്കിയിട്ടാണ് ഇരിക്കുന്നത്. പുറകു വശത്ത് വെള്ള തുണി ഉണ്ട്, വെള്ള പട്ട് തുണി ചാർത്തിയിട്ടുണ്ട്. പിന്നെ താമര മുന്നിൽ വെച്ചിട്ടുണ്ട്, തെച്ചിപ്പൂ ഇങ്ങനെ ഉണ്ട്. പിന്നെ ധാരാളം അർച്ചന അങ്ങനെ കാണാനുണ്ട്. കണ്ണെഴുതിയ വലിയൊരു പൊട്ട് തൊട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും ആ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നമ്മൾ ഭഗവതിയുടെ മുന്നിലാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടെ നിന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. അപ്പോൾ മമ്മിയൂർ പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ ദീപസ്തംഭത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ, കൊടിമരത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ ആൾരൂപത്തിൻ്റെ അവിടെ ധാരാളം ആൾക്കാരാട്ടോ. അപ്പോൾ നല്ല വരിയുണ്ട്. ആൾരൂപത്തിൻ്റെ അവിടെ നല്ല വരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 100-150 ആൾക്കാർ നിൽക്കുന്ന പോലെ അത്രയ്ക്കും തിരക്കുണ്ട്. ഓരോരുത്തർ ഓരോരോ ആൾരൂപ വഴിപാടുകൾ ഓരോന്നും കണ്ണ് മൂക്ക് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല തിരക്കുണ്ട് അവിടെ. പിന്നെ കുറച്ച് മഞ്ചാടി വാരുന്നിടത്ത് കുറച്ചുണ്ട്. അതേപോലെ വിളക്കുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, നെയ്വിളക്ക് കത്തിക്കുന്നത് കുറച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് നേരെ ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. അപ്പോൾ ശ്രീലകത്തുള്ള ആ ഉണ്ണിക്കണ്ണൻ ഇടുപ്പിൽ 2 കൈയും കുത്തി നിൽക്കുന്ന പൊന്നോട കുഴൽ പിടിച്ച ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് ഒന്ന് നമസ്കരിച്ച് നമ്മൾ വീണ്ടും ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കിടാവിളക്ക് കാണാം, അവിടെ വന്ന് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് നിന്ന് പറഞ്ഞ മാതിരി ഗോളക ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കറുത്ത ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് അത് വസ്ത്രം ഇങ്ങനെ ഉണ്ട് തന്നെ ഉള്ളൂ. കാരണം അതിൻ്റെ മുകളിൽ ഒരുപാട് അർച്ചന പൂക്കളാണ്. തെച്ചിയും തുളസിയൊക്കെ ഉള്ള താമരയൊക്കെ ഉള്ള പൂക്കളിങ്ങനെ അർച്ചന ചെയ്തിട്ടുണ്ട് ധാരാളം. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് പ്രാർത്ഥിച്ചു അവിടുന്ന് നമ്മൾ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലത്തെ ഗരുഡധ്വജനെയും കണ്ടു തൊഴാം. അത് കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് നമ്മളെ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. ആ രുദ്രതീർത്ഥത്തിൻ്റെ നടുവിലതാ നമ്മളെ വേണുഗോപാലൻ നിൽക്കുന്നു, അത് കാണാം. അത് കണ്ട് തൊഴുത് നമ്മൾ നേരെ അന്നദാന കൗണ്ടറിൻ്റെ അധികം അന്നലക്ഷ്മി ഹാളിലൂടെ അതിൻ്റെ അപ്പുറത്ത് കൂടെ വന്ന നാരായണീയ ഹാളിലെത്തും. അവിടുന്ന് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് ദേവിയുടെ അവിടെ ഭഗവതിയുടെ അവിടെ നിന്ന് തൊഴാം. പിന്നെ നേരെ വന്ന് നേരെ ആ ഒരു ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ വെളിച്ചം കാണാം. അങ്ങനെ അവിടുന്ന് തൊഴുത് പിന്നെ നമ്മൾ തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിലേക്ക് വന്നാൽ ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും പാർവതി ദേവിനെയൊക്കെ സ്മരിച്ച് ആ പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ നമ്മളെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു
ഗുരുവായൂർ വന്ന തൊഴുത പ്രതീതി ഉണ്ടാവട്ടെ. അതുപോലെ ഇനി ചെറിയൊരു കഥ, ഒരു പായസക്കഥയാണ്. ശരിക്കും നമ്മൾ ഭഗവാന്റെ അതായത് ജീവൻ വെടിയുന്ന ആ സമയത്ത് അതായത് വലത്തെ കാലിൽ അമ്പ് കൊണ്ടിട്ടാണ് മരിച്ചതെന്നാണല്ലോ, ഇഹലോഹവാസം വെടിഞ്ഞതെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെ ആ വലത്തെ കാലിൽ അമ്പ് കൊള്ളാനുണ്ടായ ഒരു കാരണം, അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ദുർവാസാവ് മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ക്ഷിപ്രകോപിയാണ്, മുനി ശിവൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ചു എന്നാണ് ഈ മുനിയുടെ ജനനത്തെക്കുറിച്ചുള്ളൊരു കഥ. ഇദ്ദേഹത്തെക്കുറിച്ച് കഥകൾ പലതുണ്ട്. എന്തായാലും മിക്കവാറും എല്ലാ കഥകളിലും മുനിയുടെ കോപമാണ്, ദുർവാസാവിൻ്റെ പിടിവാശി എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ വിഷയം. ഈ മുനിയെ തൃപ്തിപ്പെടുത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മുനിക്ക് ആദിത്യം അരുളുവാൻ ആർക്കും സമ്മതമല്ല. പേടിച്ചിട്ടാണ്. പെട്ടെന്ന് കോപം വന്ന് ശപിച്ചാൽ തീർന്നു. അതേപോലെ ഒരിക്കൽ കോപിഷ്ഠനായ ആ മഹർഷി ദ്വാരകയിൽ ചെന്ന് തൻ്റെ അതിഥിയായി പാർപ്പിക്കാൻ ആരുണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മുനിയെ അറിയുന്ന ആരും അതിനൊരുങ്ങില്ല. എന്നാൽ ശ്രീകൃഷ്ണ ഒഴിഞ്ഞു മാറിയില്ല. ദ്വാരകാധിപതനല്ലേ, തന്നെയുമല്ല ശാന്തനും. ശ്രീകൃഷ്ണൻ പറഞ്ഞു, മഹർഷി എന്നാ വരൂ, എൻ്റെ കൊട്ടാരത്തിൽ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയായ രുക്മിണിയോടുകൂടി ഭഗവാൻ അദ്ദേഹത്തെ ശ്രദ്ധയോടെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. എത്ര നിഷ്കർഷയോടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും ഈ മുനിയുടെ ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. മറ്റുള്ളവരെ പരീക്ഷിക്കുക, പ്രത്യേകിച്ചും ശ്രദ്ധാപൂർവം പരിചരിക്കുന്നവരുടെ ക്ഷമ കെടുത്തുക. അതായത് എങ്ങനെയെങ്കിലും കലഹം ഉണ്ടാക്കുക എന്നാണ് മൂപ്പരുടെ ഉദ്ദേശം. അവരുമായിട്ട് കലഹം ഉണ്ടാക്കണം, ഗൃഹത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നാണ് അയാളുടെ ഒരു ലക്ഷ്യാമുനിയുടെ. അപ്പോൾ ദ്വാരകയിലും അതിനൊരു മാറ്റം ഉണ്ടായില്ല. കൊട്ടാരത്തിൽ നാശനഷ്ടങ്ങളൊക്കെ വരുത്തി കലഹിച്ച ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും ക്ഷമ പരീക്ഷിച്ചിരുന്നു ഈ മുനി. ഇതെല്ലാം ഉണ്ടാവുമെന്ന് കൃഷ്ണനൊക്കെ അറിയായിരുന്നു. ആളൊരു മുൻകോപിയാണ്. ശപിച്ച ഭഗവാനാണെങ്കിലും മനുഷ്യനല്ലേ കൃഷ്ണൻ ദ്വാരകയിൽ വസിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ദുർവാസാവ് മുനിക്ക് മോഹം പായസം കുടിക്കണമെന്ന്. അപ്പോൾ രുക്മിണിയും കൃഷ്ണനും കൂടി പായസം ഉണ്ടാക്കി കൊടുത്തു. മുനി അല്പം കുടിച്ചിട്ട് പറഞ്ഞു, ബാക്കി വന്ന പായസം കൃഷ്ണൻ്റെ ശരീരത്തിൽ പുരട്ടാൻ. എന്താ ചെയ്യണ കാര്യം നോക്കൂ. അതായത് താൻ കുടിച്ച ബാക്കിയുള്ള പായസം ഭഗവാന്റെ ദേഹത്തൊക്കെ പെരട്ടാനാണ് പറയണത്. അതായത് ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഇച്ചിൽ ഭഗവാന്റെ ദേഹത്ത് പെരട്ടാനൊക്കെയാണ് പറയുന്നത്. എന്തിൻ്റെ ആയാലും കേട്ടേ പറ്റൂ, അതാണ്. കാരണം അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതുകൊണ്ടാണ്. പക്ഷേ ഭഗവാൻ ഇതൊന്നും വിഷയമല്ല. ഭഗവാൻ സസന്തോഷം പായസം ശരീരം മുഴുവൻ തേച്ചു പിടിപ്പിച്ചു. പാദത്തിലടിയിൽ മാത്രം പായസം പുരട്ടിയില്ല. അതെന്താണ് അങ്ങനെയെന്ന് മുനി ചോദിച്ചപ്പോൾ തനിക്കത് ഇഷ്ടമല്ല എന്ന് കൃഷ്ണൻ മറുപടി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാൽവെള്ളയിൽ പായസം തേച്ചാൽ നടക്കുമ്പോൾ വഴുതി പോവില്ലേ, വീഴാനത് മതി. മുനിക്ക് കോപം വരാനും അത് മതി. അതുകൊണ്ട് തേക്കാതിരുന്നതാണെന്നൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ചിന്തിക്കാം. പക്ഷേ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞ് കാരണം കൃഷ്ണൻ മനുഷ്യൻ്റെ അവസ്ഥയിൽ മനുഷ്യാവതാരത്തിലാണ്. പക്ഷേ മുനി കോപിച്ചില്ല. ബാക്കി പായസമെടുത്ത് മുനി എന്താ ചെയ്തതെന്നറിയോ? ബാക്കിയുള്ള പായസം മുനി തന്നെ രുക്മിണിയുടെ ദേഹത്ത് മുഴുവൻ പൂശിക്കൊടുത്തു. ഇന്നാണെങ്കിൽ അടി ഉറപ്പല്ലേ. അന്ന് മുനി ഇപ്പം എന്ത് ചെയ്താലും കുഴപ്പമില്ല, കാരണം കൃഷ്ണനൊന്നും മിണ്ടാൻ പറ്റില്ല, നിവർത്തില്ലല്ലോ. മഹർഷിയുടെ ശാപം അത്രയ്ക്കാണ്. അപ്പോൾ അത് പേടിക്കണ്ടേ. ഒക്കെ ക്ഷമിച്ചു. പിന്നീട് മഹർഷി എന്താ ചെയ്തത്, ഒരു രഥം വരുത്തി അതിൽ കുതിരയ്ക്ക് പകരം രുക്മിണിയെ കെട്ടി വേഗത്തിൽ രഥം ഓടിച്ചു. ഇടയ്ക്കിടയ്ക്ക് കുതിരയെ അടിക്കും പോലെ രുക്മിണിയെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും ചെയ്തു. പാവം കൃഷ്ണൻ രഥത്തിന് പുറകെ ഓടി. കൂടെ ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ, തൻ്റെ പ്രിയപ്പെട്ട രുക്മിണിയല്ലേ കഷ്ടപ്പെടുത്തുന്നത്. എത്ര ദുഃഖകരം, സഹിക്കാതെ കഴിയില്ലല്ലോ. ക്ഷിപ്രകോപിയല്ലേ. കൂടെ കുറേ ദൂരം ചെന്നപ്പോൾ മുനി രഥത്തിൽ നിന്നും ചാടി ഇറങ്ങി ഓടി. ഓടുന്നതിനിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് മുനി പറഞ്ഞു, രുക്മിണി, കൃഷ്ണന്മാരുടെ ആദിത്യം കൊണ്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. എന്നിട്ട് 2 പേർക്കും വരങ്ങൾ നൽകി. രുക്മിണിക്ക് ഭഗവാന്റെ ഭാര്യമാരിൽ 1-ാം സ്ഥാനം ലഭിക്കട്ടെ എന്നുള്ള വരം നൽകി. അദ്ദേഹം അനുഗ്രഹിച്ചു. പായസം തേച്ച ഭാഗങ്ങളിൽ കൂടി ഭഗവാന് മരണമുണ്ടാവില്ല എന്ന് കൃഷ്ണനെ അനുഗ്രഹിച്ചു. നോക്കണേ ഈ മുനിയുടെ ഒരു വിചിത്ര രീതി. കൃഷ്ണനും രുക്മിണിയും തിരിച്ച് ദ്വാരകയിൽ ചെന്നപ്പോൾ അലങ്കോലൊക്കെ വിട്ട് കിടന്നിരുന്ന ആ കൊട്ടാരത്തിൽ എല്ലാ യഥാസ്ഥാനത്തുണ്ട്. ദ്വാരക പൂർവാധികം ഐശ്വര്യപൂർണ്ണമായിരിക്കുന്നു. എല്ലാം ദുർവാസാവ് മഹർഷിയുടെ അനുഗ്രഹം തന്നെ. കൃഷ്ണൻ കാൽവെള്ളയിൽ പായസം പുരട്ടിയിരുന്നെങ്കിൽ ആ ഒരു ജരൻ എന്ന വേടൻ്റെ അമ്പ് കാൽവെള്ളയിൽ തറക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊക്കെ പറയാം. പക്ഷേ ആ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടാവില്ല. കാരണം എല്ലാറ്റിനും കാര്യവും കാരണവും ഉണ്ടല്ലോ. മറ്റുള്ളൊരു കഥ എന്താ വെച്ചാൽ
ഭഗവാന് ത്രേതായുഗത്തിൽ ശ്രീരാമനായിട്ട് ജനിച്ച സമയത്ത് ബാലിയെ ഒളിയമ്പയിട്ട് കൊന്നല്ലോ. ആ ഒരു വധിച്ചതിൻ്റെ മുജ്ജർമ്മ കർമ്മഫലമാണ് വേടൻ്റെ അമ്പ് കൊണ്ടുള്ള ശ്രീകൃഷ്ണൻ്റെ ദേഹവിയോഗം. അതായത് ആരായാലും മനുഷ്യനായി പിറന്നാൽ നമ്മളിന്ന് ചെയ്ത അതിൻ്റെ ആ പരിസമാപ്തി നമ്മൾ എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഇന്ന് എത്ര കണ്ട് നല്ലത് ചെയ്യാൻ കഴിയുന്നോ അത്ര കണ്ടും നമുക്കതിൻ്റെ നാളെ കിട്ടിയില്ലെങ്കിലും മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിന് തിരിച്ചും പ്രതിഫലം ലഭിക്കുന്നതാണ്. ഭഗവാനായാലും ഭക്തനായാലും എല്ലാവർക്കും ആ ഒരു കാര്യം ഉണ്ടാവുന്ന. അപ്പോൾ നമ്മൾ എത്ര കണ്ട് നല്ലത് ചെയ്യാൻ പറ്റുന്നോ അത്ര കണ്ട് ചെയ്യുക. മറ്റുള്ള മനുഷ്യരെ ആയാലും ജീവികളെ ആയാലും അധികം ദ്രോഹിക്കാതെയൊക്കെ കഴിയാൻ കഴിയുന്നെങ്കിൽ ഏറ്റവും നല്ലത്. ഭഗവത് സ്മരണകൾ ഏത് സമയത്തും നമ്മളെ നാവിൻ തുമ്പിലൂടെ പ്രവഹിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കഴിയുന്ന അപൂർവം ചിലരേ ഉണ്ടാവുള്ളൂ. അത്രയ്ക്കൊന്നും നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ സമയത്ത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആ കോവിലൂടെ വീണ്ടും സഞ്ചരിക്കുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നിലൂടെ നിങ്ങളും കേൾക്കുമ്പോൾ എനിക്കും അതിൻ്റെ പുണ്യത്തിൻ്റെ ആ ഒരു നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഭഗവാന്റെ ആ ഒരു നിയോഗം അത് എനിക്കും കൂടി അർഹതയാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിർത്താതെ വരുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ദർശനം നടത്തുന്ന ആ ഒരു പ്രതീതി കിട്ടുന്നു എന്ന് പലരും പറയുന്നു, വാട്സപ്പിലൂടെയും ഇതിലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു സന്തോഷം അറിയിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷപ്പെടുക. കാരണം അതും ഗുരുവായൂരപ്പൻ്റെ ഒരു നിയോഗമാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളെ ഇതെല്ലാവർക്കും ഇനിയും ഭക്തരിലേക്ക് എത്തട്ടെ. എല്ലാവരും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.